വളരെ വൃത്തിഹീനമായി കിടന്ന ഒരു കുളം ഇത്രയും വൃത്തിയായും മലിനജലം പുറത്തുപോയി നല്ല ജലം അകത്തേക്ക് വരാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയെടുത്തതും സാറിൻ്റെ കാലഘട്ടത്തിലാണ്. മുമ്പുണ്ടായിരുന്നത് കുറേ നാളുകൊണ്ട് ഇല്ലാതിരുന്നതിന് ശേഷം പിന്നെ സാറ് വന്നതിന് ശേഷമാണ്, ശിവകുമാർ സാറ് വന്നതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ കുളത്തിൻ്റെ നവീകരണം ശരിക്കും നടന്നിട്ടുണ്ടായിരുന്നത്. തലസ്ഥാന നഗരിയിലെയല്ല, കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാദേവ ക്ഷേത്രം, ശിവക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രം. അതിൽ പ്രധാനപ്പെട്ടത് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രക്കുളമാണ്. വളരെ പരിതാപകരമായ സ്ഥിതിയിലായിരുന്നു ഇത്രയും പ്രമുഖമായ ഒരു ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രക്കുളം അവിടെ ഉണ്ടായിരുന്നു. ആ ക്ഷേത്രക്കുളം സമഗ്രമായി നവീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെയധികം സന്തോഷമാണ്. നാട്ടുകാർക്കെല്ലാ കാര്യങ്ങളും അറിയാം. അതോടൊപ്പം തന്നെ ഗോപുരം എന്ന് പറഞ്ഞാൽ മഹാദേവൻ ഇരിക്കുന്ന ആ ക്ഷേത്രത്തിൻ്റെ മുകളിലെത്തുന്നില്ല, അത് ചോർന്നൊലിക്കുകയായിരുന്നു. എത്രയോ പഴക്കമുള്ള, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ്. അത് മനോഹരമായി അത് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ആ ക്ഷേത്രത്തിന് നവീകരിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള സമഗ്രമായ പദ്ധതികൾ ആ അവസരത്തിൽ ഏറ്റെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞാൻ സന്തോഷത്തോടു കൂടി അവസരത്തിൽ ഓർമ്മിക്കുന്നു.